സോ ലൈറ്റൊക്കെ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ എന്താ പാക്ക് ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ലൈറ്റ് ഇവിടെ കുറവാണെന്ന് വെച്ചാൽ നൈറ്റാണ്. ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയില്ല ഇത് ക്ലിയർ ആവും. സോ നിങ്ങളെന്നോട് ക്ഷമിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടും കേൾക്കാം. സാക്ക് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാ. സോ ഞാൻ ഡ്രസ്സെല്ലാം മാറി പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കണേന്. അപ്പം നാളെയൊന്നും അല്ലട്ടോ പോകണം, 2 ദിവസമുണ്ട്. പക്ഷെ എനിക്ക് വർക്കുള്ളതുകൊണ്ട് എനിക്ക് അവൻ്റെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് മേക്കപ്പ് സാധനം മാത്രം പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതങ്ങോട്ട് പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 2 പൗച്ച് ഞാൻ ഷീനിന് വാങ്ങിച്ചിരുന്നു. എൻ്റെ കയ്യിൽ വേറെ പൗച്ചൊക്കെ ഉണ്ട്, അത് കുറച്ച് പഴയതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ എണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 2 എണ്ണം വാങ്ങിച്ചു. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അധികം സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. മേക്കപ്പ് ആണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇത്രയും വലുതാട്ടോ. ഇത് നൈസായിട്ടുണ്ട്. ബട്ട് എനിക്കിപ്പം ഞാൻ ഈ ഒരു പൗച്ചിലാക്കുകയാണ്. ഞാൻ ഈ പൗച്ചിലാക്കിയത് നല്ലതായിരിക്കും അല്ലേ? ഇതിങ്ങനെ കൊള്ളാമല്ലോ. എങ്ങനെ പോസ് ഇത് നമുക്ക് എത്ര വേണേലും ഇങ്ങനെ കൊള്ളുന്നു. നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാക്കാൻ തോന്നാം അല്ലേ? ഇത് നൈസാണ്. ഇതിലപ്പോൾ നമുക്ക് എന്ത് വേണേലും കൊള്ളാം. ഇത് എനിക്ക് ഇഷ്ടമായിട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല അത്ര ഒന്നും കൊള്ളൂലെന്ന്. ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നൈസ്. പിന്നെ ഇത് ബ്ലാക്കും ഉണ്ട്. അപ്പം ഞാൻ ആകെ കൺഫ്യൂസ് ചെയ്തിട്ട് ഏതിൽ ഞാൻ പാക്ക് ചെയ്യുന്നത്. എനിവേ ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ബ്ലാക്കിൽ തന്നെ പാക്ക് ചെയ്ത് വെക്കാം. എടുത്ത് വെക്കട്ടെ. അപ്പം ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും ഞാൻ ഷീനിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഷീനിലുണ്ട്, അവൈലബിൾ ആണ്. അപ്പം ക്ലിയർ അല്ലാതെ ഞാൻ നൈറ്റായിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്കറിയില്ല ഇത് അത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ മേക്കപ്പിൽ ഫസ്റ്റ് തന്നെ ഞാനൊരു ഫേസ് ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. കാര്യം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഫേസ് ഓയിൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഇപ്പം യൂസ് ചെയ്യാറുണ്ട്. കാര്യം എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്. പക്ഷേ ഇപ്പം നല്ല സ്കിന്നായിട്ട് ഇരിക്കണം. എൻ്റെ കാര്യം ഞാൻ അങ്ങനെ സ്കിൻ കെയർ ചെയ്യണതുകൊണ്ടാണ് കേട്ടോ. ഡോയിൽ ഞാൻ വെക്കണുണ്ട്, പക്ഷേ ഇതിപ്പോൾ ബാഗിലെടുത്ത് വെക്കണില്ല. ഞാൻ റെഗുലർ യൂസ് ചെയ്യണതുകൊണ്ട് ഞാൻ പുറത്തെടുത്ത് വെക്കണേന്. ബട്ട് അത് ഞാൻ എടുത്ത് വെക്കും. ആൻഡ് നെക്സ്റ്റ് വന്നത് സൺസ്ക്രീൻ ഞാൻ ഇതാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ടൈനി സൺസ്ക്രീനൊക്കെ ഉണ്ട്, പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ പുറത്ത് വെക്കണേന്. ബിക്കോസ് എനിക്ക് യൂസ് ചെയ്യണമല്ലോ, 2 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ വന്നത് ഷാർലറ്റ് ടിൽബറിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കണം. ഇത് ഞാൻ ഇനി അങ്ങനെ യൂസ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. പിന്നെ എനിക്ക് ഒരു ഷൂട്ട് ചെയ്യണം എന്നുണ്ട്. ചിലപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടാവും സാന്റാ വുമനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ ഞാൻ ഇതെടുക്കും. പക്ഷേ ഇത് എളുപ്പമുള്ള ഈ ഒരു ബോക്സിൽ ഇവിടെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാമല്ലോ. പിന്നെ വന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ പാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ലൈഫ് ടിൻറ്റിൻ്റെ ഹൈലൈറ്ററാണ്. ഇതില്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വേറെ ഹൈലൈറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് ഇതില്ലാതെ പറ്റില്ല. ഇത് ഞാൻ എടുത്ത് വെക്കണേ. ആൻഡ് എൽഫിൻ്റെ ഫിൽറ്റർ എടുത്ത് വെക്കണേന്. ഞാൻ ആദ്യം ആലോചിച്ചു ഒന്നും വെക്കണ്ടെന്ന്, പക്ഷേ ജസ്റ്റ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഫൗണ്ടേഷനൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഫിൽറ്ററും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബാക്കി പ്രോഡക്റ്റ്സ് മാത്രമേ ഞാനിപ്പം യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും ഞാനിത് എടുത്ത് വെക്കണുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നത് ഐഷാഡോ സത്യം പറഞ്ഞാൽ എനിക്ക് ഹുദ ബ്യൂട്ടിയുടെ എടുത്ത് വെക്കണം എന്നുണ്ട്. ബട്ട് അത് കുറച്ച് റിസ്ക് ആയിരിക്കും. അത് പൊളിഞ്ഞൊക്കെ പോയി. എനിക്ക് വയ്യ അത് പൊളിയാൻ. കാര്യം അതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇതാകുമ്പം ഈ ഒരു ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. അപ്പം ഈ ഒരു ഐഷാഡോ തന്നെ ഞാൻ വെക്കണേന്. ഇവിടെ എടുത്ത് വെക്കാം നമുക്ക്. ആൻഡ് നെക്സ്റ്റ് വന്നത് ഈ ഒരു റെവല്യൂഷൻ്റെ മസ്കാരയാണ്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യട്ടെ. ഈ ഒരു ടിൻറ്റ് മേബിളൈൻ്റെ ടെഡി ടിൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഏതാ 25 ബേബി ടീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എൻ്റെ നാച്ചുറൽ ലിപ്സ് പോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടിൻറ്റാണിത്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കണുണ്ട്. ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പം നീട്ടും. ആൻഡ് ലിപ്സ്റ്റിക്ക് വന്നത് ഞാൻ 3 ലിപ്സ്റ്റിക്കാണ് വെക്കുന്നത്. ടിൻറ്റ് ഞാൻ വെച്ചു.
ലിപ്സ്റ്റിക് സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ ഇത് വെക്കണം, എനിക്ക് ഇതൊക്കെ എടുത്ത് വെക്കാൻ തോന്നി, അതുകൊണ്ട് വെക്കണേട്ടാ. ചിലപ്പോൾ നമുക്ക് ചില ലിപ്സ്റ്റിക്സ് ചില സമയത്ത് ഇത് യൂസ് ചെയ്യണം എന്ന് തോന്നുള്ളൂ, അതുകൊണ്ടാണ്. ഈ ഷാർലറ്റ് ടിൽബറിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. ആൻഡ് ഇത് വന്നത് മേബ്ലൈൻ 630 റോസ് ഹീറ്റ് ഈ ഒരു ലിപ്സ്റ്റിക് വെക്കുന്നുണ്ട്. പിന്നെ കെ ബ്യൂട്ടിയുടെ ഡ്രീമർ എന്ന് പറഞ്ഞ ഷെയ്ഡും ഞാൻ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നത് എൻ്റെ ഫേവറേറ്റ് റോസി ലിപ് ഗ്ലോ. ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് ടൈമില്ല. സൂൺ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ റിവ്യൂ ഞാൻ സൂൺ ചെയ്യാം കേട്ടോ, ഷോർട്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെനീറ്റിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് തന്നെയായിരുന്നു വെച്ചത്. കാര്യം ഇതെനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇനിയും ഞാൻ ഇപ്പോൾ ഇത്രയും ഇത് തീരുമ്പോൾ ഇനിയും ഞാൻ വാങ്ങിക്കും. കാര്യം എനിക്കിത് യൂസ് ചെയ്യാതെ പറ്റില്ല, അത്രയും ഇഷ്ടമാണ് എനിക്ക് ബെനീറ്റിൻ്റെ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല, ഐലൈനറാണ്. ഇതൊരു കാറ്റ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ബ്രാൻഡാണ് കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യാറില്ല. സ്റ്റിൽ നമുക്കത് സേഫ്റ്റിക്ക് വെച്ചേക്കാം. പിന്നെ ലിപ് പെൻസിൽ വെക്കണുണ്ട്. ഇത് ഷാർലറ്റ് ടിൽബറിയുടെയാണ്. ആൻഡ് നെക്സ്റ്റ് വന്നത് ഐബ്രോ പെൻസിൽ ഞാൻ ഇവിടെ വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സാക്ക് എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. മേ ബി എൻ്റെ മേക്കപ്പ് പൗച്ചിൽ ഞാൻ നോക്കട്ടെ കേട്ടോ, അവനെടുത്ത് മാറ്റിയോ എന്ന് എനിക്കറിയില്ല. വേറെ ഒരു ബ്രോ പെൻസിലാണ് എടുത്ത് വെച്ചത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ബ്രോ പെൻസിൽ എടുത്ത് വെക്കാം. ഈ ഒരു ഇതിൻ്റെ ആണ്, ഇത് മ്യൂയുടെ ബ്രോ പെൻസിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സിപ്പ് ഉണ്ട്, പക്ഷേ സിപ്പ് ഇങ്ങനെ പോയി കിടക്കണമെന്ന് തോന്നുന്നു. യെസ്, അതിലോട്ട് എടുത്ത് വെക്കാമല്ലോ. ഇതൊക്കെ ലിപ് പെൻസിൽ പിന്നെ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഈ സിപ്പിലെടുത്ത് വെക്കാം. ഞാൻ അതിലെടുത്ത് വെക്കാൻ പോകണേ. ഈ ഒരു ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല, അപ്പം അതെടുത്ത് പിന്നെ ഈ ഒരു ഐലാഷിൻ്റെ ബ്ലൂ എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഇതാട്ടോ കൂടുതൽ ഇഷ്ടം മറ്റേതിനെക്കാട്ടും. മറ്റേത് എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചേ പിന്നെ ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്, അതാണ് എനിക്കിഷ്ടം. പിന്നെ ഈ ഒരു ഫേസ് വാഷ് വെക്കുന്നുണ്ട്. ഫേസ് വാഷ് ലാ റോഷ് പോസയുടെ സാമ്പിൾ കിട്ടിയ ഫേസ് വാഷാണ്. അപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ആവശ്യം വന്നാൽ അതിലായിരിക്കും എടുക്കണത്. ഇതിപ്പം സാമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് ഇതിൽ തന്നെ എടുത്ത് വെക്കണേന്, മേക്കപ്പ് പൗച്ചിൽ തന്നെ വെക്കണേന്. അപ്പം ഇനിയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ ഞാൻ വേറെ ഒന്നും ഇപ്പം ഇതിലെടുത്ത് വെക്കുന്നില്ല. ബിക്കോസ് ഇനി ആവശ്യമുള്ളത് നമുക്ക് ഇതിലോട്ട് ഇനിയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാമല്ലോ. ലൈക്ക് ഞാൻ പറഞ്ഞത് ബുഷും കോംബോ ഒക്കെ. അപ്പം ഈ ഒരു കോംബോ ആയിരിക്കട്ടെ ഞാൻ എടുക്കണത്. എൻ്റെ കയ്യിൽ വേറേതാണ്, പക്ഷെ അത്രയും ഹെവി കോംബോ നമുക്ക് കൊണ്ടുപോകണ്ടല്ലോ. അപ്പം ഞാനിത് ഇപ്പം തന്നെ പൗച്ചിലെടുത്ത് വെക്കണേന്. എനിവേയ്സ് ഇതെടുത്ത് വെക്കാം, ഇത് ആവശ്യമുള്ളതാണല്ലോ. പിന്നെ ഈ ഒരു കോംബോ കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് കുറച്ച് പുഷ് കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കാം. എപ്പോഴും മിസ്സാവുന്ന സാധനം, എവിടെ വെച്ചാലും കാണാതെ ഇരിക്കൂല, കാണാതെ പോകുന്ന സാധനങ്ങളും പുഷ് മീൻ ഹെയർ ടൈ. അപ്പം അത് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. കാര്യം ഇത് എനിക്ക് മാത്രമല്ല ബാലുവിനും ആവശ്യം വരും. അപ്പം അവിടെ ഉണ്ടാവും. സ്റ്റിൽ നമ്മൾ സേഫ്റ്റിക്ക് ഇതെടുത്ത് വെച്ചേക്കാം. കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചേക്കാം. ഇത്രയൊന്നും ആവശ്യമില്ല. ഞാൻ ഹെയർ ടൈ ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ ബാലുവിനും കൂടി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് ഇവിടെ ഒരു കൊള്ളാട്ടോ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഈ ഒരു കാണുന്നില്ലല്ലോ, ഈ ഒരു സ്പേസ് ഉണ്ട്, അതിൽ വെക്കുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാം. പക്ഷേ ഞാൻ ഇതിൽ ഇനിയിപ്പം എൻ്റെ പെർഫ്യൂം, പിന്നെ പെർഫ്യൂമിൻ്റെ ഓയിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇതിലോട്ട് എടുത്ത് വെക്കാമല്ലോ. അതാകുമ്പോൾ സേഫായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ മേക്കപ്പ് ഇത്രയും നമുക്ക് മതിയല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഞാൻ ആ സമയത്ത് ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ വെക്കും. പിന്നെ ഞാൻ ഇതൊക്കെ എന്തായാലും ഞാൻ ബ്രഷും കാര്യങ്ങളും മേക്കപ്പ് ബ്രഷും ഒന്നും എടുക്കണില്ല. ബിക്കോസ് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. കാര്യം ഞാൻ കൈ വെച്ച് യൂസ് ചെയ്യണത് എനിക്ക് അതാണ് ഏറ്റവും മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോ ഇടുമ്പോൾ മാത്രമേ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിപ്പോൾ കുഴപ്പമില്ല, ഞാൻ കൈ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ഇത്രയും സംഭവങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അങ്ങനെ ആലോചിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം.
മോയ്സ്ചറൈസർ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഓയിൽ യൂസ് ചെയ്യണതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. എൻ്റെ സ്കിൻ അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. പിന്നെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മോയ്സ്ചറൈസർ എടുക്കാത്ത. അല്ലെങ്കിൽ ഞാൻ എടുത്താണ്, പിന്നെ അത്രയും വെയിറ്റും കൊണ്ട് പോകണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇത്രയും എടുത്ത് വെച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂൺ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അയ്യോ ലിപ് ബാം ഇല്ലാതെ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ലിപ് ബാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. കാര്യം ഇവിടെ വിൻ്ററാണ്. അത് ഓർഡിനറിയുടെ എൻ്റെ ഇതിൻ്റെ ടോപ്പൊക്കെ എവിടെയൊക്കെ പോയി. നമ്മളിതിങ്ങനെ തന്നെ ഇടേണ്ടി വരും. എൻ്റെ ഇത് വേറെ ലിപ് ബാമുണ്ട്, പക്ഷേ എനിക്ക് ഓർഡിനറിയുടെ ലിപ് ബാമാണ് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്കല്ല, സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ ഞാൻ അങ്ങനെ എനിക്ക് ഇത് നമ്മൾ നൈറ്റൊക്കെ യൂസ് ചെയ്യണോണ്ട് ഇപ്പം എൻ്റെ ലിപ്സ് അത്ര ഡ്രൈ ആവണില്ല. അത്ര ഡ്രൈ ആവണില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സായിരുന്നു. ഭയങ്കര വെച്ചാൽ ഭയങ്കര. പിന്നെ ഇതേപോലെ നൈറ്റ് ലിപ് ബാമൊക്കെ ഇട്ട് മോർണിംഗിൽ ലിപ് ബാം, പിന്നെ അത്ര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം വർക്കിനൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഡ്രൈ ആവുന്നില്ല ലിപ്സ്. പക്ഷേ ഡ്രൈ ആകും വിൻ്റർ ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞ പണ്ടത്തെ അത്രയും ആവുന്നില്ല. അതുകൊണ്ട് അത് മേ ബി ഞാൻ ലിപ് ബാമൊക്കെ കറക്റ്റ് യൂസ് ചെയ്യണതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേയ്സ് ഇതെടുത്ത് വെക്കും. പക്ഷേ ഇതിപ്പം ഞാൻ പുറത്തെടുത്ത് വെക്കണേ, കാര്യം എനിക്കിത് ആവശ്യമുണ്ട്. 2 days ഉണ്ടല്ലോ. 2 days എന്ന് വെച്ചാൽ സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ പോകുന്നത്. സോ കുറച്ച് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി അല്ലേ, സാഗ്നസിക്കാണ്. അപ്പം അത്രയില്ല, ഇനി ഞാൻ വലിച്ചു നീട്ടണില്ല. സോ ബൈ.